പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഫസ്റ്റ് ബെഞ്ച് കുട്ടികൾ നല്ല കുട്ടികളാണ്, സ്മാർട്ട് കുട്ടികളാണ്, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾ അവർക്ക് നന്നായി ചിന്തിക്കാനും നന്നായി ഓർമ്മശക്തി ഉണ്ടാവും, ചിലപ്പോൾ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. ഇനിയുള്ള കാലഘട്ടത്തിൽ രക്ഷിതാവിനെ സംരക്ഷിച്ച് മാറി ഇനി സ്വന്തമായി കോളേജിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ മുമ്പ് കൊടുത്തതിനെക്കാട്ടിലും കൂടുതൽ അവരെ മാനസികാരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം മനസ്സിൻ്റെ ആരോഗ്യം എന്നുള്ളത് ബ്രെയിനിൻ്റെ ആരോഗ്യമാണ്. ഈ ബ്രെയിനിൻ്റെ പണിയാണ് പഠിക്കുക എന്നുള്ളതും അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, കോംപ്രിഹെൻഷൻ, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ പണിയാണ്. നല്ല മാനസികാരോഗ്യം ഉണ്ടാവുക എന്നുള്ളത് നല്ല അക്കാഡമിക് പെർഫോമൻസ് കാണിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നന്നായി മാനസികാരോഗ്യം ഉണ്ടായാൽ മാത്രമേ സുന്ദരമായിട്ടുള്ള പ്രശാന്തമായിട്ട് മനസ്സുണ്ടാവുക, സ്റ്റഡി മൈൻഡ് ഉണ്ടാവുക, ഡിസ്റ്റർബ് ആകാത്ത മൈൻഡ് ഉണ്ടാവുക എന്നുള്ളത് പഠിക്കുന്നതിൻ്റെ പ്രീ റിക്വസ്റ്റാണ്. നല്ല മാനസികാരോഗ്യം ഉണ്ടായാൽ മാത്രമേ നല്ല ഓർമ്മകൾ ഉണ്ടാവും, ഓർമ്മശക്തി കൂടുള്ളൂ, മെമ്മറി കൂടുള്ളൂ, അറ്റൻഷൻ കൂടുള്ളൂ, കോൺസെൻട്രേഷൻ കൂടുള്ളൂ. എല്ലാ വർഷവും ഈ നീറ്റ് എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് എനിക്ക് ഒരുപാട് കോൾ വരും. നന്നായി പഠിച്ചിരുന്നു, ഈ വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടുമെന്ന് ഉറപ്പിച്ച കുട്ടിയാണ്. പക്ഷേ എന്തു പറ്റി, എക്സാമിന് 2 ദിവസം മുമ്പ് ടെൻഷനായി, കയ്യിൽ നിന്ന് വിട്ട് കോൺഫിഡൻസ് പോയി. ഇപ്പം എന്താ മാഷ ചെയ്യുക? കുട്ടി 8ാം ക്ലാസ് മുതലേ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, അവസാനമായി കോൺഫിഡൻസ് പോയി. അതുകൊണ്ട് നിങ്ങളുടെ അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് പ്രാധാന്യം കൊടുക്കണം. കാരണം മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ പഠനം എന്നുള്ളത്. നല്ല മാനസികാരോഗ്യമുള്ള, നന്നായി ചിന്തിക്കാനും ശാന്തമായി ഉറങ്ങാനും പറ്റുന്ന കുട്ടിക്ക് മാത്രമേ നല്ല അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി നന്നായി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ തന്നെ, നല്ല പുസ്തകം വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ മാനസികാരോഗ്യം ഉയർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവർക്ക് വേണ്ടി നല്ല ഒരു സ്കൂൾ ആരംഭിക്കുമ്പോൾ പുതിയ നല്ല ബാഗും നല്ല പെൻസിലും നല്ല സ്കൂളും ചേർക്കുന്ന കൂടെ തന്നെ അവരുടെ മാനസികാരോഗ്യം ഉയർത്താൻ ആവശ്യമായ സാഹചര്യങ്ങൾ വീട്ടിലുണ്ടോ? അല്ലെങ്കിൽ അവർക്കിടെ മനസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ വീട്ടിൽ ഉണ്ടോ? അത് ഒഴിവാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ. അവരുടെ മനസ്സിനെ തിരിച്ചു പിടിക്കുക. മനസ്സിൻ്റെ ആരോഗ്യം ഉണ്ടായാൽ മാത്രമേ അക്കാഡമിക് പെർഫോമൻസിലേക്ക് ഉയർത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ശാരീരികാരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നോ, എല്ലാ ദിവസവും കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പം അവർക്ക് വേണ്ടി നല്ല പലഹാരങ്ങൾ ഉണ്ടായി കാത്തു വെക്കാറില്ലേ? അതേപോലെ അവർക്ക് വേണ്ടി അവരുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി ആവശ്യമായ ശ്രദ്ധയും പരിഗണനയും നിങ്ങൾ ചോദിക്കണം. അവരോട് ചോദിക്കണം, പനിയുണ്ടോ എന്ന് പറഞ്ഞ് തൊട്ട് നോക്കുന്ന പോലെ തന്നെ അവരുടെ മനസ്സ് ഓക്കെ ആണോ എന്ന് അവരോട് ചോദിക്കണം. അവർ വന്നിട്ട് ഉമ്മ എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ടെന്ന് അവർ പറയില്ല. അടുത്ത കാലത്ത് ഒരു മീൻസില്ലേ, ഒരു കുട്ടി അമ്മയോട് പറയാണ്, എനിക്ക് ഉമ്മ ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടോ? അപ്പോൾ ഉമ്മ പറയും, നീ കോഴിക്കോട്ടൊക്കെ പോയിക്കോ, മഞ്ചേരിക്ക് പോയിക്കോ, പക്ഷെ വൈകുന്നേരം അവൻ തിരിച്ചു വരണം, ഉമ്മക്ക് ഡിപ്രഷൻ അറിയില്ല. അതേപോലെ തന്നെ കുട്ടികളോട് ചോദിക്കണം, ആർ ഓക്കെ? കുട്ടിയോട് കൂടെ ചേർന്നിരുന്ന് ചോദിക്കണം. ഒരു മാനസിക പ്രയാസം ഉണ്ടായാൽ കുട്ടി ആദ്യം പറയേണ്ടത് നിങ്ങളോടായിരിക്കണം. ഒരു ജലദോഷം ഉണ്ടെങ്കിൽ, പല്ലുവേദന ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളോട് പറയണം. ആ കുട്ടിക്ക് നല്ലൊരു കേൾവിക്കാരൻ ആവശ്യമുണ്ട്. കൗമാരപ്രായക്കാരെ കുട്ടികൾ നല്ലൊരു കേൾവിക്കാരൻ ആവശ്യമുണ്ടെന്ന് പറയുമ്പം ആ കേൾവിക്കാരൻ നിങ്ങളാവണം. നിങ്ങളായില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കേൾവിക്കാരൻ എവിടെ കിട്ടും? സോഷ്യൽ മീഡിയയിൽ ബ്രദറായിട്ടും ബെസ്റ്റി ആയിട്ടും കിട്ടും. കുട്ടികൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകും. അവരെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അവർ നിങ്ങളോട് പറയും. അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ വലിയൊരു കടമയാണ്.